നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ ക്വസ്റ്റ്യന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ഇതിനോടകം തന്നെ ക്ലാസ്സുകളായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ക്ലാസ്സസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ പ്ലേ ലിസ്റ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതിയാവും. ഈ ക്ലാസ്സുകളെല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ എൻഡ് സ്ക്രീനായിട്ടും കൊടുക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് അത് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: തോണ്ടൈക്ക് എന്ന മനഃശാസ്ത്രജ്ഞൻ്റെ നിരവധി പഠന നിയമങ്ങൾ ക്ലാസ് റൂം പഠന പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. താഴെ പറയുന്നവയിൽ തോണ്ടൈക്കിൻ്റെ പഠന നിയമത്തിൽ ഉൾപ്പെടാത്ത നിയമം ഏതാണ്? ഓപ്ഷൻ സി ഫല നിയമം, സന്നദ്ധതാ നിയമം, ശ്രേണി പഠന നിയമം, അഭ്യാസ നിയമം. ഇത് 2017 ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തോണ്ടൈക്കിനെ കുറിച്ചിട്ടൊന്ന് പഠിച്ചിട്ട് വരാം. എന്നിട്ട് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരുവിധം പഠിച്ച കൂട്ടുകാർക്കാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഇപ്പം തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. എങ്കിൽ കൂടിയും നമുക്ക് തോണ്ടൈക്കിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിവിധ തരം ക്ലാസ് റൂം പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് വരാം. അപ്പം നമ്മുടെ തോണ്ടൈക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തോണ്ടൈക്ക് എന്താണ്? ബന്ധസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ സംബന്ധവാദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? സംബന്ധവാദത്തിൻ്റെ ഉപജ്ഞാതാവ്, ബന്ധസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ ചോദിച്ചാൽ ആരെയാണ് നമ്മൾ പറയേണ്ടത്? തോണ്ടൈക്കിനെയാണ് പറയുന്നത്. എന്താണ് സംബന്ധവാദം അല്ലെങ്കിൽ ബന്ധസിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞാൽ? കണക്ഷനിസം, ബോണ്ട് തിയറി എന്നൊക്കെ ചോദിച്ചാൽ ആരുമായിട്ട്? അതായത് ബന്ധസിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്ഷനിസം ആണ്, അല്ലെങ്കിൽ ബോണ്ട് തിയറിയാണ്. ബോണ്ട് തിയറി അല്ലെങ്കിൽ കണക്ഷനിസം അല്ലെങ്കിൽ ബന്ധസിദ്ധാന്തം അല്ലെങ്കിൽ സംബന്ധവാദം, ഇതിൻ്റെ എല്ലാം ഉപജ്ഞാതാവ് ആരാണ്? തോണ്ടൈക്കാണ്. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ബന്ധസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ബോണ്ട് തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സംബന്ധവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിക്കാം. ഇതെന്ത് ചോദിച്ചാലും ആര് തന്നെയാണ് നമ്മുടെ ആള്? തോണ്ടൈക്കാണ് സംബന്ധവാദത്തിൻ്റെ ഉപജ്ഞാതാവ്. അങ്ങനെയെങ്കിൽ ട്രയൽ ആൻഡ് എറർ തിയറി ആരുടെയാണെന്ന് ചോദിച്ചാൽ അതും ആരുടെ തന്നെയാണ്? നമ്മുടെ തോണ്ടൈക്കിൻ്റെ ആണ് അല്ലേ. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് വെച്ചാൽ എന്താ? എറർ ലേണിംഗ് തിയറി, ശ്രമ പരാജയ സിദ്ധാന്തം. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറി, ട്രയൽ ആൻഡ് എറർ തിയറി ആരുടെയാണ്? ശ്രമ പരാജയ സിദ്ധാന്തം ആരുടെയാണ്? തോണ്ടൈക്കിൻ്റെ ആണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഠനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിന് അടിസ്ഥാനമെന്ന് പറയുന്നത്. ചോദകം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിമുലസ് റെസ്പോൺസ്. അതായത് ചോദകവും പ്രതികരണമാണ് റെസ്പോൺസ്. ഇവ തമ്മിലുള്ള സംയോഗമാണ് എന്തിനടിസ്ഥാനമെന്ന് അദ്ദേഹം പറയുന്നത്? പഠനത്തിന് അടിസ്ഥാനമെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സംയോഗത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സംബന്ധം അല്ലെങ്കിൽ കണക്ഷനിസം എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിന് അടിസ്ഥാനം. ഇതിനെയാണ് നമ്മൾ കണക്ഷനിസം എന്ന് പറയുന്നത്. അപ്പം 4 തരത്തിലുള്ള ചോദക പ്രതികരണ ബന്ധങ്ങൾ അദ്ദേഹം പ്രസ്താവിച്ചു. 4 തരത്തിലുള്ള സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധങ്ങൾ അദ്ദേഹം പ്രസ്താവിച്ചു. ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് മോട്ടോർ, രണ്ടാമത്തെ പെർസെപ്ച്വൽ, മൂന്നാമത്തെ ഐഡിയലിസം, നാലാമത്തെ ഇമോഷണൽ. ഒന്നാമത്തെ ഏതാണ്? മോട്ടോർ എന്ന് പറഞ്ഞാൽ ഏതാണ്? കായിക സംബന്ധമായ. രണ്ടാമത്തെ പെർസെപ്ച്വൽ, ഇന്ദ്രിയ ജ്ഞാനം. മൂന്നാമത്തെ ഐഡിയലിസം, ആദർശാത്മകം. നാലാമത്തെ ഇമോഷണൽ, വൈകാരികം. ഓക്കെ, 4 പോയിന്റ് കിട്ടിയല്ലോ. 4 തരത്തിലുള്ള ചോദക പ്രതികരണ ബന്ധങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ മോട്ടോർ, കായിക സംബന്ധമായ. രണ്ടാമത്തെ പെർസെപ്ച്വൽ, ഇന്ദ്രിയ ജ്ഞാനം. മൂന്നാമത്തെ ഐഡിയലിസം, ആദർശാത്മകം. നാലാമത്തെ ഇമോഷണൽ, വൈകാരികം. ശ്രമങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് തെറ്റായ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയും. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ തെറ്റുകൾ കുറഞ്ഞു വരില്ലേ? നമ്മൾ ആ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി പെർഫെക്ഷനിലേക്ക് എത്താനായിട്ട് നമ്മുടെ ആ ഒരു ശ്രമം നമ്മളെ സഹായിക്കും. അപ്പോൾ ശ്രമങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് തെറ്റായ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു.
ഇതാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, ശ്രമ പരാജയ സിദ്ധാന്തം. അപ്പോൾ എല്ലാ പഠനത്തിൻ്റെയും തുടക്കം നമ്മൾ എന്തായിരിക്കും? ട്രയൽ ചെയ്യും, തെറ്റും. അതായത് നമ്മൾ ശ്രമിക്കും, തെറ്റും, വീണ്ടും ശ്രമിക്കും, വീണ്ടും തെറ്റും, വീണ്ടും ശ്രമിക്കും, കുറച്ചുകൂടി ശരിയാവൂലേ? അപ്പം അങ്ങനെ ശരിയായി എന്ത് സംഭവിക്കും? തെറ്റുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇനി ആവർത്തനങ്ങൾ എന്താണ്? അവിടെ ട്രയൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആവർത്തനങ്ങളാണ് എല്ലാ പഠനത്തിൻ്റെയും മാതാവെന്ന് പറയുന്നത്. റിപ്പീറ്റേഷൻ ഈസ് ദ മദർ ഓഫ് ഓൾ ലേണിംഗ്. ആവർത്തനങ്ങൾ എല്ലാ പഠനത്തിൻ്റെയും മാതാവാണെന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ മാതാവാണെന്ന് പറയുന്നു. ഇനി തോണ്ടേക്ക് പൂച്ചയുടെ മേലാണ് കേട്ടോ പരീക്ഷണം നടത്തിയത്. അപ്പം ഇങ്ങനെ ചോദിക്കാം, തോണ്ടേക്ക് ഏത് ജീവിയുടെ മേലാണ് പരീക്ഷണം നടത്തിയെന്ന് ചോദിച്ചാൽ ഏത് ജീവിയുടെ മേലാണ്? പൂച്ചയുടെ മേലാണ് പരീക്ഷണം നടത്തിയത്. അല്ലെങ്കിൽ പൂച്ചയിൽ പരീക്ഷണം നടത്തിയ സയൻറ്റിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാലും ആരാണ്? തോണ്ടേക്കാണ്. അപ്പോൾ പൂച്ചയുടെ മേൽ നടത്തിയ പരീക്ഷണമാണ് ഏറ്റവും പ്രസിദ്ധം. വിശക്കുന്ന പൂച്ചയെ ഒരു വില്ലമർത്തി തുറക്കാവുന്ന പെട്ടിയിലുള്ളിലാക്കി. എന്താണ്? വിശക്കുന്ന പൂച്ചയെ ഒരു വില്ലമർത്തി തുറക്കാവുന്ന ഒരു പെട്ടിയുടെ ഉള്ളിലാക്കി അടച്ചു വെച്ചു. അകലത്തിലായിട്ട് കുറച്ച് മത്സ്യം വെച്ചു കൊടുത്തു. കുറേ നേരം പൂച്ച അതിൽ കിടന്ന് കുറേ കാര്യങ്ങൾ കൂട് തുറക്കാനായിട്ട് നോക്കി. കുറേ ശ്രമ പരാജയങ്ങൾക്ക് ശേഷം പൂച്ച എളുപ്പത്തിൽ പുറത്തു വരാനായിട്ട് പഠിച്ചു. അങ്ങനെ ക്രമേണ തെറ്റായ ചലനങ്ങൾ ഉപേക്ഷിച്ച് ശരിയായവ സ്വീകരിക്കപ്പെട്ടു. ഇതാണ് തോണ്ടേക്ക് പൂച്ചയിൽ നടത്തിയ പരീക്ഷണം. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് തോണ്ടേക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങൾ ഏതൊക്കെയാണ് പ്രാഥമിക പഠന നിയമങ്ങൾ? ഒന്നാമത്തെ സന്നദ്ധതാ നിയമം, ലോ ഓഫ് റെഡിനെസ്, തിയറി ഓഫ് ലേണിംഗ് റെഡിനെസ്. രണ്ടാമത്തെ ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം എന്നും പറയാം, അല്ലെങ്കിൽ തിയറി ഓഫ് ലേണിംഗ് എക്സസൈസ്. മൂന്നാമത്തെ ഫല നിയമം അല്ലെങ്കിൽ പരിമാണ നിയമം അല്ലെങ്കിൽ തിയറി ഓഫ് ലേണിംഗ് എഫക്റ്റ്. ഇതാണ് 3 നിയമങ്ങൾ. തോണ്ടേക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങൾ ഏതാണ്? സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം, ഫല നിയമം. ആവർത്തന നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭ്യാസ നിയമം എന്ന് പറയാട്ടോ. ആവർത്തന നിയമത്തിന് പറയുന്ന മറ്റൊരു പേരാണ് അഭ്യാസ നിയമം. ഫല നിയമത്തിന് പറയുന്ന വേറൊരു പേരാണ് പരിമാണ നിയമം. ആ വാക്കും കൂടി ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. പരിമാണ നിയമം, ഫല നിയമം, ആവർത്തന നിയമം, അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം. ഇങ്ങനെ 3 നിയമങ്ങളാണ് പ്രാഥമിക പഠന നിയമങ്ങൾ. ഇംഗ്ലീഷും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. നമുക്ക് ഇംഗ്ലീഷ് ആവശ്യമില്ല എങ്കിൽ കൂടിയും ഇംഗ്ലീഷിൽ പഠിച്ച കൂട്ടുകാരുണ്ടാവുമല്ലോ. അപ്പോൾ തിയറി ഓഫ് ലേണിംഗ് റെഡിനെസ്, തിയറി ഓഫ് ലേണിംഗ് എക്സസൈസ്, തിയറി ഓഫ് ലേണിംഗ് എഫക്റ്റ്. ഓക്കെ, ഇനി എന്താണെന്നതും കൂടി പഠിക്കാം. ആദ്യത്തെയാണ് തിയറി ഓഫ് ലേണിംഗ് റെഡിനെസ് അഥവാ സന്നദ്ധതാ നിയമം. എന്താണ് സന്നദ്ധതാ നിയമം? സന്നദ്ധത ഉണ്ടാവണം അല്ലേ? നമുക്കൊരു ആഗ്രഹം ഉണ്ടാവണം അല്ലേ? ഏതൊരു പ്രവർത്തനം ചെയ്യുന്നെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കാര്യം പഠിക്കണമെങ്കിലും നമ്മൾ തന്നെ വിചാരിക്കണം അല്ലേ? ഇപ്പം നമ്മുടെ ഈ പ്രീ പ്രൈമറി എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും പറയണം പഠിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ? നമ്മളെ പുസ്തകം തുറന്ന് അവിടെ ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ അല്ലേ? പഠിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അല്ല, നമുക്ക് തന്നെ തോന്നാണ് പഠിക്കണം, എനിക്കൊരു ജോലി വേണം എന്ന് തോന്നി എന്ത് പറ്റും? നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പം സന്നദ്ധതാ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു സന്നദ്ധത വേണം. ഇപ്പോൾ ഒരു കുതിരയുടെ മുന്നിൽ കുറച്ച് വെള്ളം കൊണ്ടുവച്ചു. കുതിരയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ വെള്ളം കുടിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിലോ ആ വെള്ളം അവിടെ തന്നെ ഇരിക്കും അല്ലേ? അപ്പം നമുക്കൊരു ആഗ്രഹം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവിടെ പഠനം കറക്റ്റായിട്ട് നടക്കുന്നത്. ഏതൊരു പ്രവർത്തനത്തിനും സന്നദ്ധത ആവശ്യമാണ്. ഒരാൾ സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് സംതൃപ്തിജനകമായിരിക്കും. സന്നദ്ധത ഇല്ലാതെ പ്രവർത്തിക്കുന്നതും സന്നദ്ധത ആയിരിക്കുമ്പോൾ പ്രവർത്തിക്കാതിരിക്കുന്നതും അസ്വാസ്യജനകമായിരിക്കും. ഇത്രയേ ഉള്ളൂ. എന്താണ്? നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ തലയിൽ കയറത്തുള്ളൂ. അതാണ് എന്തെന്ന് പറയുന്നത്? സന്നദ്ധതാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് റെഡിനെസ്. റെഡി ആവണം, പഠിക്കാൻ റെഡി ആവണം, എങ്കിലാണ് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ തലയിൽ കയറത്തുള്ളൂ. അപ്പോൾ കുതിരയുടെ കാര്യം പറഞ്ഞ ഒരു എക്സ്പെരിമെൻറ്റ് അദ്ദേഹം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കുതിരേനെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതും ചോദിച്ചാൽ എന്താണ്? ലോ ഓഫ് റെഡിനെസ്സുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ സന്നദ്ധതാ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
തോണ്ടയ്ക്ക് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? യു ക്യാൻ ബ്രിങ് എ ഹോഴ്സ് ടു ദ വാട്ടർ ബട്ട് യു കനോട്ട് മേക്ക് ദ ഹോഴ്സ് ഡ്രിങ്ക് വാട്ടർ. അതായത് എന്താണ് പറഞ്ഞത്? യു ക്യാൻ ബ്രിങ് എ ഹോഴ്സ് ടു ദ വാട്ടർ, വാട്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷേ ആ വെള്ളം കുടിക്കണമെങ്കിൽ ആര് തന്നെ വിചാരിക്കണം? നമ്മുടെ കുതിര തന്നെ വിചാരിക്കണം. ഇത് എന്തുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്? ലോ ഓഫ് റെഡിനെസ് അഥവാ സന്നദ്ധതാ നിയമവും റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, അടുത്തതാണ് തിയറി ഓഫ് ലേണിംഗ് എക്സസൈസ് അഥവാ ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം. എന്തായിരിക്കും ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം എന്ന് പറയുന്നത്? അതായത് ഒരു സന്ദർഭവും അതിനോടുള്ള പ്രതികരണവും ആവർത്തിക്കുന്തോറും സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധം എന്താവുന്നു? ദൃഢബന്ധമാകുന്നു. ഒരു സന്ദർഭം അതിനോടുള്ള പ്രതികരണവും ആവർത്തിക്കുന്തോറും ചോദക പ്രതികരണ ബന്ധം എന്താകുന്നു? ദൃഢമാകുന്നു. അതായത് അഭ്യാസം കൊണ്ട് നൈപുണികൾ വികസിക്കുകയും അഭ്യസിക്കാതിരുന്നാൽ അത് ക്ഷയിക്കുകയും ചെയ്യുന്നു. 2 തരത്തിലുള്ള അഭ്യാസ നിയമം അല്ലെങ്കിൽ ആവർത്തന നിയമമുണ്ട്. ഒന്നാമത്തെ ലോ ഓഫ് യൂസ് പ്രയോഗ നിയമം, രണ്ടാമത്തെ ലോ ഓഫ് ഡിസ്യൂസ് പ്രയോഗരാഹിത്യ നിയമം. പ്രയോഗ നിയമവും പ്രയോഗരാഹിത്യ നിയമവും, ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ്? ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു ബൈക്ക് ഇരിക്കണമെന്ന് വിചാരിക്കട്ടെ. കുറേ നാളായിട്ട് നമ്മൾ ആ ബൈക്ക് ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്ക് പെട്ടെന്ന് വന്നിട്ട് ആ ബൈക്ക് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ബൈക്ക് പെട്ടെന്ന് സ്റ്റാർട്ടാവില്ല. അതെ, കാരണം എന്താണ്? അത് കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നു, അതുകൊണ്ട് അത് പെട്ടെന്ന് സ്റ്റാർട്ടാവില്ല. ഇതാണ് എന്തിനുള്ള ഉദാഹരണം? പ്രയോഗരാഹിത്യ നിയമം അഥവാ ലോ ഓഫ് ഡിസ്യൂസിന് ഉദാഹരണം. നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന കുറേ നാളായിട്ടിരിക്കുന്ന ഒരു ബൈക്കിന് പെട്ടെന്ന് എടുത്തിട്ട് അത് സ്റ്റാർട്ടാവുന്നില്ല. ഇനി എന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ബൈക്ക്, എല്ലാ ദിവസവും ഡെയിലി നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും? അന്ന് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ല. അതാണ് പ്രയോഗ നിയമം. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ ബൈക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ ബൈക്കിന് നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അവിടെ സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധത്തിന് എന്താണ് സംഭവിക്കുന്നത്? ചോദക പ്രതികരണ ബന്ധം അവിടെ നഷ്ടപ്പെടുന്നു, കുറയുന്നു. ഇനി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എന്ത് സംഭവിക്കും? സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധം ദൃഢമാകുന്നു. അഭ്യാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നൈപുണികൾ വികസിപ്പിക്കാനായിട്ട് സാധിക്കും എന്നാണ് അവിടെ പറയുന്നത്. ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു കാര്യത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും? പുലിയായിരിക്കും അല്ലേ? ഇതാണ് തിയറി ഓഫ് ലേണിംഗ് എക്സസൈസ് അഥവാ ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം. ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫല നിയമം അഥവാ ലോ ഓഫ് എഫക്റ്റ്. അപ്പോൾ എന്തായിരിക്കും ഫല നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം തൃപ്തികരവും സന്തോഷദായകവുമായിരുന്നാൽ വീണ്ടും പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അത് വ്യക്തിയെ പ്രേരിപ്പിക്കുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് പറയണം, അസൈൻമെൻറ്റ് ചെയ്യാനായിട്ട് പറയണം, ഇന്ന സമയത്തിനുള്ളിൽ അസൈൻമെൻറ്റ് പൂർത്തിയാക്കണമെന്ന് പറയണം. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? കുറച്ച് പേരെങ്കിലും ആ ഒരു കറക്റ്റ് ടൈമിങ്ങിന് അസൈൻമെൻ്റ് എല്ലാം പൂർത്തിയാക്കി സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന കുട്ടികളോട് നമ്മൾ എന്ത് പറയും? ടീച്ചർമാർ എന്ത് പറയും? വെരി ഗുഡ്, നന്നായിട്ട് നിങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ചെറിയൊരു സമ്മാനമൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കുട്ടിക്ക് എന്തായിരിക്കും? വളരെയധികം സന്തോഷം തോന്നൂലേ? അല്ലെങ്കിൽ ക്ലാസ്സിൽ കോമൺ ആയിട്ട് പറയാണ്, കണ്ട ഇത്രയും കുട്ടികൾ നന്നായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അവർക്ക് ഒരു കയ്യടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ കുട്ടികളൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം അല്ലേ? ആ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യണം. ആ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം തോന്നും. അപ്പം ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം, ആ കുട്ടിയുടെ അസൈൻമെൻറ്റ് പൂർത്തിയാക്കിയതാണ് പ്രവർത്തനം, അതിൻ്റെ ഫലം തൃപ്തികരവും സന്തോഷദായകവുമായാൽ വീണ്ടും എന്ത് ചെയ്യാൻ? ആ പ്രവർത്തനം ചെയ്യാൻ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ടീച്ചർ പറയുന്ന ഒരു അസൈൻമെൻറ്റും കൂടി ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ ചെയ്യാനായിട്ട്. കാരണം ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? പോസിറ്റീവായിരുന്നു. എല്ലാവരിൽ നിന്നും അഭിനന്ദനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് വീണ്ടും അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതാണ് അവിടെ പറയുന്നത്. അതാണ് ലോ ഓഫ് എഫക്റ്റ് അല്ലെങ്കിൽ ഫല നിയമം എന്ന് പറയുന്നത്. ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം തൃപ്തികരവും സന്തോഷദായകവുമായിരുന്നാൽ വീണ്ടും പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അത് വ്യക്തിയെ പ്രേരിപ്പിക്കുന്നു. ഇനി വേറൊരു എക്സാമ്പിൾ എടുത്താലോ? ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കാണ്. ആ മെഴുകുതിരിയുമ്പോൾ നമ്മൾ തൊടുമ്പോൾ എന്ത് സംഭവിക്കുക? നമ്മുടെ കൈ പൊള്ളൂലേ? കൈ പൊള്ളിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വീണ്ടും നമ്മൾ മെഴുകുതിരിയുമ്പോൾ തൊടുവോ? ഒരിക്കലും ഇല്ല അല്ലേ? തൊടൂല. കൈ തൊട്ടാൽ പൊള്ളൂന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ
തൊടൂല. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധത്തിൻ്റെ ശക്തി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനന്തരഫലങ്ങളെ, ഒരു പ്രവർത്തനത്തിൻ്റെ അനന്തരഫലങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും ഈ സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധം ദൃഢമാവണോ അല്ലെങ്കിൽ അത് എന്താ പറയുക കുറയണോ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? കൂട്ടുകാർക്ക് കിട്ടിയോ എന്താ സംഭവം എന്ന്? എന്താണ് ലോ ഓഫ് എഫക്റ്റ് അഥവാ ഫല നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം, ഒരു പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ റിസൾട്ട് എന്താണോ ആ റിസൾട്ടിനെയാണ് ആ ഒരു പ്രവർത്തനം ബേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു പ്രവർത്തനം ചെയ്യുന്നത് വഴി അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ആ ഒരു കാര്യം വീണ്ടും ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും. അല്ല, നെഗറ്റീവായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ കാര്യം ഒരിക്കലും പിന്നീട് ചെയ്യത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുമ്പോൾ അവിടെ എന്തായിരിക്കും? അവിടെ SR ബന്ധം, സ്റ്റിമുലസ് റെസ്പോൺസ്, ചോദക പ്രതികരണ ബന്ധത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയും, ഇനി അവിടെ അനന്തരഫലം നെഗറ്റീവാണ് കിട്ടിയത്, കൈ പൊള്ളി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ചെയ്യില്ല. അത് അവിടെ എന്താ സംഭവിക്കുന്നത്? ചോദക പ്രതികരണ ബന്ധം അവിടെ കുറയുന്നു. മനസ്സിലായോ എന്താണ് ലോ ഓഫ് എഫക്റ്റ് അഥവാ ഫല നിയമം എന്ന് പറഞ്ഞാൽ? ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. SR ബന്ധത്തിൻ്റെ, സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധത്തിൻ്റെ, ചോദക പ്രതികരണ ബന്ധത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതും കുറയുന്നതും അവയുടെ അനന്തരഫലങ്ങളെ ആശ്രയിച്ചാണ്. ഒറ്റ വാക്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ്സിലേക്ക് കിടക്കാം. പോയിന്റ്സിലേക്ക് പോണേക്ക് മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് പറയട്ടെ. നമ്മുടെ ഈ 3 നിയമങ്ങളിലെ പ്രാഥമിക പഠന നിയമങ്ങൾ ഏതൊക്കെയാണ്? വേഗം പറഞ്ഞേ. സന്നദ്ധ നിയമം, ആവർത്തന നിയമം, ഫല നിയമം. ഇതിന് 3ഉം കൂടി ഒന്നിച്ച് നമുക്ക് ട്രയോളജി ഓഫ് ലേണിംഗ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ട്രയോളജി ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഠന നിയമത്രയം. ഏതാണ്? പഠന നിയമത്രയം. അപ്പോൾ പഠന നിയമത്രയം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ഈ സന്നദ്ധ നിയമം, ആവർത്തന നിയമം, ഫല നിയമം. ഇതിന് 3നെയും കൂടി ഒന്നിച്ച് പറയുന്നതാണ് ഏത്? പഠന നിയമത്രയം. തോണ്ടയ്ക്കിൻ്റെ പഠന നിയമത്രയം ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അയ്യോ ഇത് ഏതാണാവോ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ ഓർത്തിരിക്കരുത്. ട്രയോളജി ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്നദ്ധ നിയമം, ആവർത്തന നിയമം, ഫല നിയമം. ഇതിന് 3നെയും കൂടി ഒന്നിച്ച് പറയുന്നതാണ് ഏത്? പഠന നിയമത്രയം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് പോകാം. തോണ്ടയ്ക്കിൻ്റെ മറ്റു പഠന നിയമങ്ങളാണ് ഒന്നാമത്തെ ബഹുവിധ പ്രതികരണ നിയമം, ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. രണ്ടാമത്തെ മനോഭാവ നിയമം, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്. മൂന്നാമത്തെ സാദൃശ്യ നിയമം, ലോ ഓഫ് അനലോഗി. 4 ഘടകങ്ങളുടെ പ്രഭാവ നിയമം, ലോ ഓഫ് പൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ്. 5 ധ്രുവീകരണ നിയമം, ലോ ഓഫ് പൊളാരിറ്റി. 6 സംയോജിത വ്യതിയാന നിയമം, ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. ഇതാണ് തോണ്ടയ്ക്കിൻ്റെ മറ്റ് പ്രധാന പഠന നിയമങ്ങൾ. എന്തൊക്കെയാണ് തോണ്ടയ്ക്കിൻ്റെ മറ്റു പഠന നിയമങ്ങൾ? ബഹുവിധ പ്രതികരണ നിയമം അഥവാ ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഓരോ പുതിയ സന്ദർഭത്തെ അഭിമുഖീകരിക്കുമ്പോഴും പല പോംവഴികളും ആരായും. നമ്മളൊരു പുതിയ കാര്യം, അതായത് ഒരു പുതിയ സന്ദർഭത്തെ നമ്മൾ എന്താണ് ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ആരായുന്നതാണ് ഏത്? അല്ലെങ്കിൽ ആലോചിക്കുന്നതാണ് ഏത്? ബഹുവിധ പ്രതികരണ നിയമം അഥവാ ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓരോ പുതിയ സന്ദർഭത്തെ അഭിമുഖീകരിക്കുമ്പോഴും പല പോംവഴികളും ആലോചിക്കും അല്ലെങ്കിൽ ആരായും. ഓക്കെ, ഇനി അടുത്തത് മനോഭാവ നിയമം അഥവാ ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്. ഒരാളുടെ പഠനത്തിലെ കാര്യക്ഷമത അയാൾക്ക് ആ വിഷയത്തോടുള്ള പൊതു മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. എന്താണ് മനോഭാവ നിയമം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ഒരാളുടെ പഠനത്തിലെ കാര്യക്ഷമത അയാൾക്ക് ആ വിഷയത്തോടുള്ള പൊതു മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള വിഷയമാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് പഠിക്കൂലേ? ഇനി അപ്പോൾ നമ്മുടെ മനോഭാവം പോലെ ഇരിക്കും നമ്മുടെ പഠനവും. 3 സാദൃശ്യ നിയമം, ലോ ഓഫ് അനലോഗി. സമാനമായ മുൻ സന്ദർഭത്തിൽ എങ്ങനെ പ്രതികരിച്ചു എന്നത് ഒരാളുടെ ഇപ്പോഴത്തെ പ്രതികരണത്തെ നിർണ്ണയിക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്നു. എന്താണ്? സമാനമായ മുൻ സന്ദർഭത്തിൽ എങ്ങനെ പ്രതികരിച്ചു എന്നത് ഒരാളുടെ ഇപ്പോഴത്തെ പ്രതികരണത്തെ നിർണ്ണയിക്കുന്നതിൽ സ്വാധീനം
ചെലുത്തുന്നു. അതാണ് ഏത് സാദൃശ്യ നിയമം. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പണ്ട് ചെയ്ത കാര്യം നമുക്ക് ഓർമ്മ വരൂലേ, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സാദൃശ്യ നിയമം. പണ്ട് ചെയ്ത കാര്യം ഇപ്പോൾ ചെയ്യുന്ന കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിലേറ്റ് ചെയ്യും, അതുമായിട്ട് താരതമ്യം ചെയ്യും. അല്ലെങ്കിൽ ആ കഴിഞ്ഞു പോയ സംഭവം ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തോട് വരുമെന്ന സ്വാധീനം ചെലുത്തും. അതാണ് എന്ത്, സാദൃശ്യ നിയമം അഥവാ ലോ ഓഫ് അനലോഗി. സമാനമായ മുൻ സന്ദർഭത്തിൽ എങ്ങനെ പ്രതികരിച്ചു എന്നത് ഒരാളുടെ ഇപ്പോഴത്തെ പ്രതികരണത്തെ നിർണ്ണയിക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്നു. നാലാമത്തെയാണ് ഘടകങ്ങളുടെ പ്രഭാവ നിയമം അഥവാ ലോ ഓഫ് പൊട്ടൻസി ഓഫ് എലമെന്റ്സ്. ഓരോ സന്ദർഭത്തെയും വിശകലനം ചെയ്യുകയും പ്രധാന ഘടകങ്ങൾ കണ്ടെത്തി അതിനോടുള്ളതിൻ്റെ പ്രതികരണം രൂപപ്പെടുത്തുകയുമാണ് ഓരോ പഠിതാവും ചെയ്യുന്നത്. എന്താണ് ഘടകങ്ങളുടെ പ്രഭാവ നിയമം എന്ന് പറഞ്ഞാൽ, ഓരോ സന്ദർഭത്തെയും വിശകലനം ചെയ്യുകയും പ്രധാന ഘടകങ്ങൾ കണ്ടെത്തി അതിനോടുള്ളതിൻ്റെ പ്രതികരണം രൂപപ്പെടുത്തുകയുമാണ് ഓരോ പഠിതാവും ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ധ്രുവീകരണ നിയമം. അഞ്ചാമത്തെ നിയമമാണ് കേട്ടോ. ധ്രുവീകരണ നിയമം അഥവാ ലോ ഓഫ് പൊളാരിറ്റി. ഒരു പ്രത്യേക രീതിയിൽ തൻ്റെ പ്രതികരണങ്ങൾ രൂപപ്പെടുത്താൻ ആരംഭിച്ച ഒരാൾക്ക് അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതിനുള്ള പ്രവണത ഉണ്ടായിരിക്കും. എന്താണ്, ഒരു പ്രത്യേക രീതിയിൽ തൻ്റെ പ്രതികരണങ്ങൾ രൂപപ്പെടുത്താൻ ആരംഭിച്ച ഒരാൾക്ക് അതേ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നതിനുള്ള പ്രവണത ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ എന്താണ് ലോ ഓഫ് പൊളാരിറ്റി, എന്താണ് ധ്രുവീകരണ നിയമം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് പലരും പല രീതിയിലാണല്ലേ. ചിലർ ഉറക്ക വായിച്ച് പഠിക്കും, ചിലവരെന്തായിരിക്കും പതുക്കെ വായിച്ച് പഠിക്കുന്നവരുണ്ടാവും. ഇപ്പോൾ ഉറക്ക വായിച്ച് പഠിക്കുന്നവർ പിന്നെയും പഠിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തായിരിക്കും, ഉറക്ക വായിക്കാനായിട്ട് വീണ്ടും ശ്രമിക്കും. ഇല്ല, സൈലൻ്റായിട്ട് പഠിച്ച ആളാണെങ്കിലോ എപ്പോൾ പഠിക്കാൻ കൊടുത്താൽ അയാൾ എങ്ങനെ തന്നെ പഠിക്കും, സൈലൻ്റായിട്ട് തന്നെ ഇരുന്ന് വായിച്ച് പഠിക്കും. മനസ്സിലായോ അപ്പോൾ അതെന്താണെന്ന്? ഒരു പ്രത്യേക രീതിയിൽ തന്നെ പ്രതികരണങ്ങൾ രൂപപ്പെടുത്താൻ ആരംഭിച്ച ഒരാൾക്ക് അതേ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നതിനുള്ള പ്രവണത ഉണ്ടായിരിക്കുമെന്നാണ്. ഏതാണ് ലോ ഓഫ് പൊളാരിറ്റി അഥവാ ധ്രുവീകരണ നിയമം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സംയോജിത വ്യതിയാന നിയമം അഥവാ ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. എന്തായിരിക്കും ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് അഥവാ സംയോജിത വ്യതിയാന നിയമം എന്ന് പറഞ്ഞാൽ, വൈകാരികമായി ഒരാൾക്ക് പ്രത്യേക ബന്ധമുള്ള ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് പ്രതികരണവും അയാളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. എന്താണ്, വൈകാരികമായി ഒരാൾക്ക് പ്രത്യേക ബന്ധമുള്ള ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് പ്രതികരണവും അയാളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിനൊരു എക്സാമ്പിളായിട്ട് എന്ത് പറയാൻ പറ്റും? അതായത് കുഞ്ഞുങ്ങളിപ്പം എന്താ പറയുക, ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ചെയറിൻ്റെ മുകളിലൊക്കെ കയറുകയാണെങ്കിൽ നമ്മൾ പറയും, അയ്യോ അമ്മയ്ക്ക് സങ്കടമാവൂലേ, വാവ വീഴൂലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് കരഞ്ഞ് കാണിച്ച് എന്ത് ചെയ്യും, അവർ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരൂലേ, അവർക്ക് സങ്കടമാവും പെട്ടെന്ന്. ഇനി അവർ അത് ഞാൻ അങ്ങനെ കയറി കഴിഞ്ഞാൽ അമ്മയ്ക്ക് സങ്കടമാവുമല്ലോ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, അവരത് ചെയ്യാതിരിക്കും. അവിടെ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അതായത് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്, സംയോജിത വ്യതിയാന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരികമായി ഒരാൾക്ക് പ്രത്യേക ബന്ധമുള്ള ഒരു സന്ദർഭവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അപ്പോൾ അമ്മ വിഷമിക്കും, ഞാൻ അങ്ങനെ ചെയ്താൽ അമ്മയ്ക്ക് സങ്കടമാവും, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഒരു സന്ദർഭവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏതൊരു പ്രതികരണവും അയാളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് എന്ത്, സംയോജിത വ്യതിയാന നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പറയാനായിട്ട് പോകുന്നത് തോണ്ടേക്കിൻ്റെ പ്രാഥമിക നിയമങ്ങളിലെ ക്ലാസ് റൂം പ്രസക്തി എന്താണെന്നാണ്. അപ്പോൾ പ്രാഥമിക നിയമം എന്താണെന്ന് കൂട്ടുകാർ പഠിച്ചു കഴിഞ്ഞു. ഇനി അത് ക്ലാസ് റൂമിലുള്ള പ്രസക്തി എന്താണെന്ന്. ഒന്നാമത്തെ കാര്യം, പഠന പ്രവർത്തനത്തിന് കുട്ടികളെ സജ്ജരാക്കുക എന്നതാണ് പ്രധാനം. അതാണ് ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത് അല്ലേ, സന്നദ്ധതാ നിയമം എന്ന് പറയുന്നത്. എന്താണ്, പഠന പ്രവർത്തനത്തിന് കുട്ടികളെ എന്താക്കണം, സജ്ജരാക്കണം. അതുകൊണ്ട് തന്നെ സന്ദർഭോചിത ആഖ്യാനങ്ങൾ, കേസുകൾ, മുന്നറിവ് ചോദ്യങ്ങൾ, അനൗപചാരിക സംഭാഷണങ്ങൾ തുടങ്ങിയ സജ്ജീകരണ പ്രവർത്തനങ്ങൾ പ്രധാനമാണ്. ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നേരെ എടുത്തിട്ട് ഒരു ടോപ്പിക് എഴുതിയിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. അപ്പോൾ അവരോട് കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരെ പഠിക്കാനായിട്ട് കുറച്ച് താല്പര്യപ്പെടുത്തണം അല്ലേ. അങ്ങനെ അവരെ സജ്ജരാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, പഠിപ്പിക്കാനായിട്ട്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പഠന ആശയങ്ങൾ ഉറപ്പിക്കുന്നതിന് വ്യത്യസ്ത രീതികളിലുള്ള പഠനാനുഭവങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കാം. പഠന ആശയങ്ങൾ ഉറപ്പിക്കുന്നതിന് വ്യത്യസ്ത രീതികളിലുള്ള പഠനാനുഭവങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കാം. മൂന്നാമത്തെ, പഠന പ്രവർത്തനവും അതിൻ്റെ ഫലവും ആഹ്ലാദകരമായിരുന്നാൽ പഠനാശയം ഉറയ്ക്കുക മാത്രമല്ല തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യും. എന്താണ് അതെന്തിനാണ് പറയുന്നത്? നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? പഠനാശയങ്ങൾ ഉറപ്പിക്കുന്നതിന് വ്യത്യസ്ത രീതികളിലുള്ള പഠനാനുഭവങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കാം. അതായത് ലോ ഓഫ് എക്സസൈസ് അഥവാ ആവർത്തന നിയമമാണ് അവിടെ പറഞ്ഞത് അല്ലേ. ഇനി ഇപ്പോൾ പറഞ്ഞത് ഏതാണ്? പഠന പ്രവർത്തനവും അതിൻ്റെ ഫലവും ആഹ്ലാദകരമായിരുന്നാൽ പഠനാശയം ഉറപ്പിക്കുക മാത്രമല്ല തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം ഉറപ്പാക്കാനാകുകയും ചെയ്യും. അതേതാണ്? ലോ ഓഫ് എഫക്റ്റ് അഥവാ ഫല നിയമമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നാലാമത്തെ പോയിന്റ് ഇതാണ്. ഒരു പഠന പ്രശ്നം പരിഹരിക്കുന്നതിന് സ്വന്തമായ നിരവധി മാർഗങ്ങൾ പരിശോധിച്ചു നോക്കാൻ കുട്ടികൾക്ക് അവസരം നൽകണം. ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിനുള്ള അവസരം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. എന്താണ്? ഒരു പഠന പ്രശ്നം പരിഹരിക്കുന്നതിന് സ്വന്തമായ നിരവധി മാർഗങ്ങൾ പരിശോധിച്ചു നോക്കാൻ കുട്ടികൾക്ക് അവസരം കൊടുക്കണം. ഇനി അഞ്ചാമത്തെ പോയിന്റ്, സമ്മാനങ്ങളും പ്രശംസയും പ്രതികരണത്തെ അല്ലെങ്കിൽ പഠനത്തെ പ്രബലപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. കുട്ടി ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചു, കുട്ടി അതിന് ഉത്തരം പറയുമ്പോൾ എന്ത് ചെയ്യണേ? കുട്ടിക്ക് ഒരു കയ്യടി കൊടുക്കുക. മിടുക്കൻ, നല്ല മോളാണ്, നല്ല മോനാണ്, മിടുക്കൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മൾ പ്രശംസിക്കുകയാണ് കുട്ടിയെ. അപ്പം എന്താണ് അവിടെ? പഠനത്തെ പ്രബലപ്പെടുത്തുന്നു അല്ലെങ്കിൽ പ്രതികരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അപ്പം കൂടുതൽ പഠനത്തെ പ്രബലപ്പെടുത്താനായിട്ട് സമ്മാനങ്ങൾക്കും പ്രശംസയ്ക്കൊക്കെ കഴിയും എന്നാണ് അഞ്ചാമത്തെ പോയിന്റ്. അപ്പോൾ കൂട്ടുകാർക്ക് തോണ്ടേക്കിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? തോണ്ടേക്ക് എന്ന മനഃശാസ്ത്രജ്ഞൻ്റെ നിരവധി പഠന നിയമങ്ങൾ ക്ലാസ് റൂം പഠന പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. താഴെ പറയുന്നവ തോണ്ടേക്കിൻ്റെ പഠന നിയമത്തിൽ ഉൾപ്പെടാത്ത നിയമം ഏതാണ്? ശ്രേണി പഠന നിയമമാണല്ലേ. അപ്പോൾ ഫല നിയമവും സന്നദ്ധ നിയമവും അഭ്യാസ നിയമവും ആരുടെയാണ്? നമ്മുടെ തോണ്ടേക്കിൻ്റെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇങ്ങനെയും ചോദിക്കാം. ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെയാണ്? സന്നദ്ധ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. ഓക്കെ. അപ്പോൾ നമുക്കിനി തോണ്ടേക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 ചോദ്യങ്ങളും കൂടി നോക്കിയിട്ട് പോവാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. തോണ്ടേക്ക് വാസ് പ്രൈമർലി എ പയനിയർ ഇൻ ദ ഫീൽഡ് ഓഫ് ഡാഷ്. ഏതായിരിക്കും? പ്രാഗ്മാറ്റിസം, ബിഹേവിയറിസം, സ്ട്രക്ചറലിസം, ക്ലിനിക്കൽ എക്സ്പെരിമെൻറ്റ്സ്. ഏതായിരിക്കും തോണ്ടേക്ക് വരുന്നത്? ബിഹേവിയറിസത്തിലാണ്. വ്യവഹാരവാദവുമായി ബന്ധപ്പെടുത്തിയാണ് ആര് വരുന്നത്? തോണ്ടേക്ക് വരുന്നത്. ഇനി അടുത്തത്, ഫസ്റ്റ് എവർ സ്റ്റഡി ഇൻ ക്ലിനിക്കൽ സൈക്കോളജി വയർ ദ സബ്ജക്ട്സ് വയർ നോൺ ഹ്യൂമൻ വാസ് കണ്ടക്റ്റഡ് ബൈ. തോണ്ടേക്കാണ്. എന്താണ്? ഫസ്റ്റ് എവർ സ്റ്റഡി ഇൻ ക്ലിനിക്കൽ സൈക്കോളജി വയർ ദ സബ്ജക്ട്സ് വയർ നോൺ ഹ്യൂമൻ വാസ് കണ്ടക്റ്റഡ് ബൈ. തോണ്ടേക്ക്. എന്തിലായിരുന്നു തോണ്ടേക്ക് പരീക്ഷണം നടത്തിയത്? പൂച്ചയിലായിരുന്നു അല്ലേ. ദ ആനിമൽ വിച്ച് തോണ്ടേക്ക് യൂസ്ഡ് പ്രൈമർലി ഫോർ ഹിസ് എക്സ്പെരിമെൻറ്റ് വാസ്. ഏതിലായിരുന്നു? ക്യാറ്റ് അഥവാ പൂച്ച. ഇനി തോണ്ടേക്ക് റെക്കോർഡഡ് ദ ടൈം എ ക്യാറ്റ് ടു എസ്കേപ്പ് ഫ്രം ദ പസിൽ ബോക്സ് ബൈ ഒബ്സർവിംഗ് ആൻഡ് റെക്കോർഡിംഗ് ദ ആനിമൽസ് escapes and escapes time. Thorndike was able to graph the time it took for the animal in each time to escape. The graph so recorded was in the shape of dash. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൂച്ച ആ കൂട്ടിലാക്കിയില്ലേ, വിശക്കുന്ന പൂച്ചേനെ നമ്മൾ ഒരു കൂട്ടിൻ്റെ അകത്താക്കി വെച്ചിട്ട് പുറത്ത് മീൻ വെച്ച് കൊടുത്ത പരീക്ഷണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതിനകത്ത് പൂച്ച ഓരോ പ്രാവശ്യം ശ്രമപരാജയങ്ങൾ നടത്തിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു ഗ്രാഫ് അദ്ദേഹം വരച്ചിരുന്നു. ആ ഗ്രാഫിന് എന്ത് ഷേപ്പിലായിരുന്നു? ഗ്രാഫ് സോ റെക്കോർഡഡ് വാസ് ഇൻ ദ ഷേപ്പ് ഓഫ്. ഏതായിരുന്നു ഗ്രാഫിൻ്റെ ഷേപ്പ്? ഏതിലായിരുന്നു? എസ് ഷേപ്പ്. ഏതാണ്? എസ് ഷേപ്പ്. നമ്മുടെ ആൽഫബറ്റ്സിലുള്ള എസ് ഇല്ലേ, എസ് ഷേപ്പിലുള്ള ഗ്രാഫായിരുന്നു. അപ്പോൾ അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തത്,
According to Thorndike, the ability to learn does not decline until the age 35, but how much percentage it declines thereafter every year. ഇപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, അതായത് 35 വയസ്സ് വരെ നമ്മുടെ പഠിക്കാനുള്ള കഴിവിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ വരില്ല. പക്ഷേ 35 വയസ്സിന് ശേഷം എത്ര പെർസെൻറ്റേജ് വെച്ച് നമ്മുടെ പഠിക്കാനുള്ള കഴിവ് കുറയും? 1% വെച്ച് കുറയും. 35 വയസ്സിന് ശേഷം 1% വെച്ച് നമ്മൾക്ക് പഠിക്കാനുള്ള ആ ഒരു എബിലിറ്റി കുറഞ്ഞു വരും. ഇനി അടുത്തതാണ്, അക്കോർഡിംഗ് ടു തോണ്ടൈക്ക്, വാട്ട് ആട്രിബ്യൂട്ട് ഓഫ് ലേണിംഗ് ഡിക്ലൈൻസ് ബൈ ഏജ് കൂടുന്നതനുസരിച്ച് ഓരോ ഏജിലും എന്താണ്, അതായത് പഠനവുമായി ബന്ധപ്പെട്ട് എന്താണ് കുറയാനായിട്ട് ചാൻസ് ഉള്ളത്? സ്പീഡ് ഓഫ് ലേണിംഗ്, പഠന വേഗത കുറഞ്ഞു വരും. ഏജ് കൂടുന്നതനുസരിച്ച് പഠന വേഗത കുറഞ്ഞു വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അടുത്തത്, ബിഹേവിയർ ദാറ്റ് ആർ ഫോളോഡ് ബൈ ഗുഡ് കോൺസിക്വൻസസ് ആർ ലൈക്ലി ടു. എന്താണ്? ബിഹേവിയർ ദാറ്റ് ആർ ഫോളോവഡ് ബൈ ഗുഡ് കോൺസിക്വൻസസ് ആർ ലൈക്ലി ടു. എന്തായിരിക്കും? അനന്തരഫലം, ഒരു പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ അനന്തരഫലം നല്ലതാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക? ഇൻക്രീസ് ഇൻ ദ ഫ്യൂച്ചർ. എന്താണ്? ഇൻക്രീസ് ഇൻ ദ ഫ്യൂച്ചർ. ബിഹേവിയർ, അതായത് ആ ഒരു കാര്യം വീണ്ടും ചെയ്യാനുള്ള എന്തുണ്ടാവും? മോട്ടിവേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വീണ്ടും ചെയ്യാനുള്ള കാര്യം വീണ്ടും ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഇനി അക്കോർഡിംഗ് ടു തോണ്ടൈക്ക്, ദ 3 മെയിൻ ഏരിയാസ് ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ആർ. അക്കോർഡിംഗ് ടു തോണ്ടൈക്ക്, ദ 3 മെയിൻ ഏരിയാസ് ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ആർ. ഏതൊക്കെയാണ് 3 ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഏരിയ? അബ്സ്ട്രാക്ട് ഇൻ്റലിജൻസ്, മെക്കാനിക്കൽ ഇൻ്റലിജൻസ്, സോഷ്യൽ ഇൻ്റലിജൻസ്. According to Thorndike, the 3 main areas of intellectual development are, first one, abstract intelligence, mechanical intelligence, social intelligence. ഇനി അടുത്തത്, law of use and law of disuse is a part of, ഏതാണ്? ലോ ഓഫ് എക്സസൈസ്. ലോ ഓഫ് യൂസ്, പ്രയോഗ നിയമവും പ്രയോഗരാഹിത്യ നിയമവും ഏതുമായി ബന്ധപ്പെട്ടതാണ്? ലോ ഓഫ് എക്സസൈസ് അഥവാ അഭ്യാസ നിയമം. ഓക്കെ, അടുത്തത്, എ സ്റ്റുഡൻറ് ഓഫ് യുവർ ക്ലാസ് വെരി റയർലി യൂസസ് ദ മാത്തമാറ്റിക്കൽ ടേബിൾ ഓഫ് 18 പട്ടികയാണ് കേട്ടോ. സോ ഹി ഡസ് നോട്ട് റിമെമ്പർ ഇറ്റ്. വിച്ച് ഓഫ് തോണ്ടൈക്ക് റിസംബിൾസ് ഇറ്റ്? 18 പട്ടിക ഒട്ടുമിക്കവർക്ക് അറിയില്ല അല്ലേ? 18 പട്ടിക നമ്മൾ എന്ത് ചെയ്യുന്നില്ല? യൂസ് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കത് അറിയാനായിട്ട് നമുക്കത് അറിയില്ല. അപ്പം അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലോ ഓഫ് ഡിസ്യൂസ്. ഏതാണ്? ലോ ഓഫ് ഡിസ്യൂസ്. ലോ ഓഫ് ഡിസ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയോഗരാഹിത്യ നിയമം. അതായത് നമ്മൾ മോട്ടോർ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വീണ്ടും ഉപയോഗിക്കുമ്പോൾ അത് സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ 18 പട്ടിക. എ സ്റ്റുഡൻറ് ഓഫ് യുവർ ക്ലാസ് വെരി റയർലി യൂസസ് ദ മാത്തമാറ്റിക്കൽ ടേബിൾ ഓഫ് 18 പട്ടിക നമ്മൾ പഠിക്കുന്നില്ല. അതുകൊണ്ട് സോ ഹി ഡസ് നോട്ട് റിമെമ്പർ ഇറ്റ്. അതുകൊണ്ട് ആ കുട്ടിക്ക് ആ പട്ടിക അറിയത്തില്ല. അപ്പോൾ ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ലോ ഓഫ് ഡിസ്യൂസ് അഥവാ പ്രയോഗരാഹിത്യ നിയമം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ജസ്റ്റ് ഒന്ന് പറയാം. തോണ്ടൈക്കിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങൾ ഏതൊക്കെയായിരുന്നു? സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം, ഫല നിയമത്തിന് പരിമാണ നിയമം എന്ന് പറയും. ആവർത്തന നിയമത്തെ നമ്മൾ അഭ്യാസ നിയമം എന്നും പറയും. ഇനി തോണ്ടൈക്കിൻ്റെ വേറൊരു സിദ്ധാന്തം ഏതായിരുന്നു? ശ്രമപരാജയ സിദ്ധാന്തം. ഈ ശ്രമപരാജയ സിദ്ധാന്തത്തിലാണ് കേട്ടോ ഈ 3 നിയമങ്ങളും വരുന്നത്. സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം, ഫല നിയമം വരുന്നത്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? തോണ്ടൈക്ക് ഒരു ബിഹേവിയറിസ്റ്റ് ആണ് അല്ലേ? വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട ഒരാളാണ്. അങ്ങനെയെങ്കിൽ വ്യവഹാരവാദത്തിൻ്റെ പിതാവ് ആരാണ്? ബിഹേവിയറിസത്തിൻ്റെ പിതാവ് ആരാണ്? ഫാദർ ഓഫ് ബിഹേവിയറിസം ആരാണ്? JB വാട്സൺ ആണ് കേട്ടോ. ഫാദർ ഓഫ് ബിഹേവിയറിസം ആരാണ്? JB വാട്സൺ ആണ്. വ്യവഹാരവാദത്തിൻ്റെ പിതാവ് ആരാണ്? JB വാട്സൺ ആണ്. വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റ് ആണ് നമ്മുടെ തോണ്ടൈക്ക്, അതുപോലെ തന്നെ പാവലോ, സ്കിന്നറൊക്കെ വരുന്നത്. ഓക്കെ, മാറിപ്പോവരുത് കേട്ടോ.
പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വേറെ എന്താണ് പഠിച്ചത്? മറ്റു പഠന നിയമങ്ങൾ പഠിച്ചു അല്ലേ? ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസസ്, മനോഭാവ നിയമം, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് പോവാട്ടോ. ഇനി ഇതേപോലെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് തുടർന്ന് ആ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.